നമസ്കാരം. അവിട്ടം മീഡിയയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്താണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള വെങ്ങോല പഞ്ചായത്ത്. വെങ്ങോല പഞ്ചായത്തിൻ്റെ ഒരു വികസന കാഴ്ചപ്പാട് വെങ്ങോലയിലെ പ്രശസ്ത എഴുത്തുകാരൻ അജിത് വെങ്ങോലയുടെ നമുക്ക് ചോദിക്കാം. എന്നുവെച്ചാൽ വെങ്ങോല ഒരു കാർഷിക ഗ്രാമമാണ്. നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായി ഒരു വളർച്ച വേണമെങ്കിൽ അത് നമ്മുടെ കാർഷിക മേഖലയിൽ വേണം. അത് ഈ പഞ്ചായത്തിലില്ല. എനിക്ക് തോന്നുന്നു 23 വാർഡാണ് നിലവിൽ ഗ്രാമപഞ്ചായത്തിനുള്ളത്. ഇപ്പം 24 വർദ്ധിച്ചു. ഈ 24 വാർഡുകളുള്ള ഈ വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതുവരെയുള്ള കാലത്തിന്റെ അതിർത്തിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല, വിസ്തീർണത്തിൽ മാറ്റം വന്നിട്ടില്ല. ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് കാലാകാലങ്ങളിൽ സർക്കാർ തീരുമാനങ്ങളനുസരിച്ച് വാർഡ് വിഭജിച്ച് 23 ആയെന്ന് മാത്രമേ ഉള്ളൂ. ഈ 23 വാർഡുകളിൽ കൂടിയിട്ട് നിരവധി പാടശേഖരങ്ങളുണ്ട്. ആ പാടശേഖരങ്ങളെല്ലാം ഇന്ന് കാട് കയറി മനുഷ്യന് കൃഷിക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഒന്നത്. ഈ വെങ്ങോല പഞ്ചായത്ത് എന്ന് പറയുന്ന വിശാലം ഈ പഞ്ചായത്തിനകത്ത് യാത്ര ചെയ്യുന്നവർ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കവലയിൽ ചെന്ന് ഒന്ന് മൂത്രം ഒഴിക്കണം തോന്നുന്നു. ഒരു ശൗചാലയം നമുക്കുണ്ടോ? അല്ലപ്ര, വെങ്ങോല, അറക്കപ്പടി, വളയഞ്ചിറങ്ങര, പോനാശ്ശേരി, നെടുന്തോട്, ഇങ്ങനെ എത്ര പ്രദേശങ്ങൾ നിബിഡമായ പ്രദേശങ്ങളുണ്ട്. ഇവിടെയൊക്കെ വരുന്ന ഒരാൾക്ക് പെട്ടെന്നൊന്ന് മൂത്രം ഒഴിക്കണം തോന്നിയത് അവനെവിടെ പോകും? അതായത് വെങ്ങോലയിൽ എല്ലാ സ്ഥലങ്ങളിലും, അതായത് പ്രധാന സിറ്റികളിൽ പൊതു ശൗചാലയം ഇല്ല എന്നുള്ളത് വ്യക്തമാണ്, ഒരു പരാജയമാണത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ബസ്, അതായത് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പല സ്ഥലങ്ങളിലും കാണാനില്ല. അതെ, അതിനകത്ത് മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഞാൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അതിനൊരു ഭരണസമിതിയുടെ ആവശ്യമില്ല. ഈ പറയുന്ന ഒരു ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഒരു ബസ് സ്റ്റോപ്പ് എന്നുള്ളത്. അതിന് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ഒരു MLA-യുടെ ഫണ്ടോ MP-യുടെ ഫണ്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ഫണ്ടോ ഒക്കെ കിട്ടിയാലേ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിയാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്ത തന്നെ തെറ്റാണ്. കാരണം എൻ്റെ വൈഫ് പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഒരു സർക്കാർ ഫണ്ട് ഉപയോഗിക്കാതെ ആളുകൾ നമ്മളോട് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ സമീപിക്കുന്നു, അവരിൽ നിന്ന് ചെറിയ പൈസ കളക്ട് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ MP-മാരുടെയും MLA-മാരുടെയും ഒക്കെ വെയിറ്റിംഗ് ഷെഡ് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇത് ഇന്നയാളുടെ ഇത്രാമത്തെ വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പറഞ്ഞിട്ട് കാണും. അതിലൊക്കെ എഴുതി 5 ലക്ഷത്തിൽ താഴെയുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് ഇവിടെ ഇല്ല. പക്ഷെ ഞങ്ങൾ 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും പണിത 2 വെയിറ്റിംഗ് ഷെഡുകൾ ജസ്റ്റ് പോയി നോക്കിയാൽ നമുക്കതിന് ആ തരത്തിൽ വരികയാണെങ്കിൽ 10 ലക്ഷം ഇടാം. ഈ ത്രിതല പഞ്ചായത്തൊക്കെ വന്നതിന് ശേഷം പഞ്ചായത്ത് മെമ്പർമാർക്ക്, അതായത് ജനപ്രതിനിധികൾക്ക് പൊതുവെ അധികാരം ഒത്തിരി ഉണ്ട്. അവരിപ്പോൾ നാട്ടിൽ അവർ ജനത്തിന് മുമ്പിൽ എങ്ങനെയുള്ള ഒരാളാണെങ്കിലും മെമ്പറായി പോയാൽ നമ്മൾ അവനെ സഹിക്കണമല്ലോ. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിലൊന്നാണ് ഈ വെയിറ്റിംഗ് ഷെഡ്. അവൻ ആ പ്രദേശത്തെ ജനങ്ങളെ വിളിച്ചു ചേർത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ജനങ്ങളെ അറിയുന്നവനായിരിക്കണം ഈ ജനപ്രതിനിധി. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഈ ജനപ്രതിനിധി ആവാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. അവരതിന് ചിലപ്പോൾ മതം ഉപയോഗിക്കും, ജാതി ഉപയോഗിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ ഉപയോഗിക്കും, സമ്പത്തായിരിക്കും. അത്തരം ഘടകങ്ങൾ ഒക്കെ കൂട്ടി യോജിപ്പിച്ച് ഈ രാഷ്ട്രീയ നേതൃത്വത്തെ സ്വാധീനിക്കുക എന്നല്ല, ഈ രാഷ്ട്രീയ നേതൃത്വം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാർട്ടിയാണ്, വലിയ അധികാരമുണ്ട്, വലിയ ജനപിന്തുണ ഉണ്ടെന്നൊക്കെ അവർ അവകാശപ്പെടുമ്പോഴും പൊതുജനങ്ങളുടെ മുമ്പിൽ നിർത്താൻ പറ്റിയൊരു സ്ഥാനാർത്ഥി ഇവർക്ക് ആർക്കും ഇല്ല. ഇപ്പോൾ അതൊരു വലിയ ദാരിദ്ര്യമാണ്.